ശ്രീമദ് ഭഗവത്ഗീത പാരായണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സന്യാസയോഗത്തിലെ 17ാമത്തെ ശ്ലോകം മുതലാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത ശ്രീമദ് ഭഗവത്ഗീത സന്യാസയോഗഃ. ശ്ലോകം 17. തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ഠാസ്തത്പരായണാഃ ഗച്ഛന്തി പുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ. ഈശ്വരനിൽ ബുദ്ധി ഉറച്ചവരായി, ഈശ്വരന് മനസ്സു സമർപ്പിച്ചവരായി, ഭക്തിയിൽ നിഷ്ഠയുള്ളവരായി, ഭഗവാനെ പൂർണ്ണമായും ആശ്രയിച്ചവർ ജ്ഞാനം കൊണ്ടും പാപമെല്ലാം കഴുകിക്കളഞ്ഞവരായിട്ട് മോക്ഷത്തെ പ്രാപിക്കുന്നു. അതായത് പരമാത്മ സാക്ഷാത്കാരം നേടിയവരുടെ മനസ്സു പൂർണ്ണമായും ആ ആത്മചൈതന്യത്തിൽ തന്നെ മുഴുകിയിരിക്കും. ശ്ലോകം 18. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വപാകേ ച പണ്ഡിതാഃ സമദർശിനഃ. പണ്ഡിതന്മാർ വിദ്യയും വിനയവുമുള്ള ബ്രാഹ്മണനിലും പശുവിലും ആനയിലും ശ്വാവിലും ചണ്ഡാലനിൽ കൂടിയും സമദർശികളാകുന്നു. അതായത് ആത്മജ്ഞാനം നേടിയവന് ആനയും കൊതുകും പട്ടിയും പശുവും ബ്രാഹ്മണനും ചണ്ഡാലനും എല്ലാം തുല്യരാണ്. ശ്ലോകം 19. ഇഹൈവ തജിദഃ സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാ. അർത്ഥം: യാതൊരുത്തരുടെ മനസ്സ് സമഭാവനയിൽ ഉറച്ചിരിക്കുന്നുവോ അവരാൽ ഈ ലോക ജീവിതത്തിൽ തന്നെ ജനന മരണങ്ങൾ ജയിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ പരബ്രഹ്മം നിർദോഷവും സമഭാവം ഉള്ളതും ആകുന്നു. അക്കാരണത്താൽ അവർ പരമസത്യത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവരാകുന്നു. അതായത് മനസ്സിന്റെ സമനില കൈവരിച്ചവർക്ക് ജനന മരണാത്മകമായ സംസാര ചക്രത്തിൽ നിന്നുള്ള മോചനം സുലഭമാകുന്നു. ശ്ലോകം 20. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്യജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. അർത്ഥം: ഉറച്ച ബുദ്ധിയുള്ളവനും മോഹരഹിതന്തമായി അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മജ്ഞാനി പ്രിയം പ്രാപിച്ചിട്ട് സന്തോഷിക്കുകയില്ല, അപ്രിയം പ്രാപിച്ചിട്ട് ദുഃഖിക്കുകയുമില്ല. അതായത് പ്രിയപ്പെട്ടത് ലഭിക്കുമ്പോൾ ആഹ്ലാദിക്കാതെയും അപ്രിയം സംഭവിക്കുമ്പോൾ ദുഃഖിക്കാതെയും ഉറച്ച ബുദ്ധിയോടെ മോഹരഹിതനും ഭൗതികാതീതനുമായ യോഗി സ്വസ്ഥചിത്തനാകുന്നു. ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തി ശരീരവും താനും ഒന്നാണെന്ന് വിശ്വസിക്കുന്നില്ല. താൻ പരമാത്മാവിന്റെ ഒരു അംശമാണെന്ന് അറിയാവുന്ന അയാൾ ഭൗതിക ലാഭങ്ങളിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയുമില്ല. ഭൗതികമായി വിലപ്പെട്ടതെന്ന് സാമാന്യ ജനങ്ങൾ കരുതുന്ന എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അയാൾ ദുഃഖിക്കുകയും ഇല്ല. ശ്ലോകം 21. ബാഹ്യസ്പർശേഷ്വ സക്താത്മാ വിന്ദത്യാത്മനീയത് സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. അതായത് ലൗകിക വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തവനായി ആത്മാവിൽ യാതൊരു സുഖം അനുഭവിക്കുന്നുവോ അവൻ ബ്രഹ്മധ്യാനത്തിൽ മുഴുകിയ ജിതേന്ദ്രിയനായി അനശ്വരമായ സുഖം അനുഭവിക്കുന്നു. സാക്ഷാത്കാരം നേടിയവർ പഞ്ചേന്ദ്രിയങ്ങൾക്കും നൈമിഷിക സുഖം നൽകുന്നവയും ആവർത്തന വിരസങ്ങളുമായ ലൗകിക വിഷയങ്ങളിൽ ആമഗ്നരാകുന്നില്ല എന്നു മാത്രമല്ല അവർ ഇവയിൽ യാതൊരു ആകർഷകത്വവും കാണുന്നുമില്ല. 22. യേഹി സംസ്പർശജാ ഭോഗാ ദുഃഖയോനയ ഏവതേ ആദ്യന്തവന്തഃ കൗന്ദേയ ന തേഷു രമതേ ബുധഃ. അർത്ഥം: ഹേ അർജുന, യാതൊരു ലൗകിക സുഖങ്ങൾ വിഷയജന്യങ്ങളായിരിക്കുന്നുവോ അവ ദുഃഖജനകങ്ങൾ തന്നെ, തുടക്കവും ഒടുക്കവുമുള്ളവയുമാകുന്നു. ജ്ഞാനി അവയിൽ രമിക്കുന്നില്ല. അതായത് അർജുന,
ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളുമായുള്ള ബന്ധത്താൽ ലഭിക്കുന്നതായി തോന്നിക്കുന്ന സുഖങ്ങളെല്ലാം ദുഃഖമുണ്ടാക്കുന്നവ തന്നെയാണ്. ദാഹിച്ചു വലഞ്ഞു വരുന്ന ഒരാൾ ജലത്തിൽ പരമാനന്ദം കണ്ടെത്തുന്നു. എന്നാൽ 1-2 പാത്രം വെള്ളം കുടിച്ചു കഴിഞ്ഞ് വീണ്ടും കുടിക്കാൻ നിർബന്ധിതനാകുമ്പോൾ ആ വെള്ളം തന്നെ ദുഃഖകരമാകുന്നു. വെള്ളം കുടിക്കുന്നത് കൊണ്ട് കിട്ടുന്ന സുഖമാകട്ടെ താത്കാലികവും ആണ്. ഇത് തന്നെയാണ് എല്ലാ ലൗകിക വിഷയങ്ങളുടെയും സ്ഥിതി. അവയിൽ നിന്നും ലഭിക്കുന്ന സുഖവും തുടക്കവും ഒടുക്കവും ഉള്ളവയാണ്. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ ഈ നശ്വര സുഖങ്ങളിൽ സന്തോഷിക്കുന്നതേയില്ല. ശ്ലോകം 23. ശക്നോതി ഹൈവയ സോഢും പ്രാക് ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്തഃ സ സുഖീ നരഃ. അർത്ഥം: യാതൊരുവൻ ദേഹത്യാഗത്തിന് മുൻപ് ഇവിടെ വെച്ചു തന്നെ കാമക്രോധങ്ങളിൽ നിന്നുണ്ടാകുന്ന ഉദ്യോഗത്തെ സഹിക്കാൻ ശക്തനാകുന്നുവോ ആ മനുഷ്യൻ യോഗിയാകുന്നു, അയാൾ സുഖി ആകുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയവയിൽ നിന്നുണ്ടാകുന്ന മാനസിക വിക്ഷോഭത്തെ ചെറുത്തു നിൽക്കാൻ കരുത്തു നേടുന്ന സാധകൻ ആത്മാനുഭൂതിക്ക് അർഹനാകുന്നു. മനഃശാന്തി നേടിക്കഴിഞ്ഞ അയാൾ യഥാർത്ഥമായ ആനന്ദം കണ്ടെത്തുന്നു. ശ്ലോകം 24. യോ അന്തഃസുഖോ അന്തരാരാമ തദാന്തർജ്യോതിരേവയഃ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോ അധിഗച്ഛതി. യാതൊരുവൻ മനസ്സാലെ സുഖിക്കുന്നവനും ഉള്ളിൽ രമിക്കുന്നവനും ആകുന്നുവോ അപ്രകാരം യാതൊരുവൻ അകത്തു വെളിച്ചമുള്ളവനാകുന്നുവോ ആ യോഗി ആത്മസാക്ഷാത്കാരം നേടി പരമമായ മുക്തിയെ പ്രാപിക്കുന്നു. അതായത് സ്വന്തം ആത്മാവിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്ന സാധകൻ നിരന്തരം അന്തർമുഖനായി വർത്തിക്കുന്നു. ആത്മപ്രകാശം അനുഭവഗോചരമാകുന്നതോടെ ആ യോഗി ബ്രഹ്മസ്വരൂപനായി ബ്രഹ്മൈക്യം പ്രാപിക്കുന്നു. ആത്മാനന്ദത്തിന്റെ രുചിയറിഞ്ഞ സാധകൻ ഭൗതിക വിഷയങ്ങളുടെ നേർക്ക് നോക്കുക പോലും ഇല്ല എന്ന് സാരം. ശ്ലോകം 25. ലഭന്തെ ബ്രഹ്മനിർവാണമൃഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈതായതാത്മാനഃ സർവഭൂതഹിതേരതാഃ. അതായത് പാപം ക്ഷയിച്ചവരും രണ്ടെന്ന ഭാവമില്ലാത്തവരും ജിതേന്ദ്രിയന്മാരും സകല ജീവരാശികളുടെയും ഹിതത്തിൽ തത്പരരും ആയ ഋഷിമാർ പരമമായ മുക്തി നേടുന്നു. അതായത് അർജുന, ബ്രഹ്മാനന്ദത്തിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നിറങ്ങുന്ന യോഗിക്ക് ദ്വൈതഭാവം നേരത്തെ തന്നെ നഷ്ടമായിരിക്കും. അതായത് ജീവാത്മാവും പരമാത്മാവും രണ്ടായി ഉണ്ടെന്ന ഭാവം ഇല്ലാതായിരിക്കും. ശ്ലോകം 26. കാമക്രോധ വിമുക്താനാം യദീനാം യയചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. അർത്ഥം: കാമക്രോധാദികളിൽ നിന്ന് വിമുക്തരും മനോനിയന്ത്രണമുള്ളവരും ആത്മജ്ഞാനം നേടിയവരുമായ യതികൾക്ക് മുൻപിൽ തന്നെ പരമമുക്തി സ്ഥിതി ചെയ്യുന്നു. അതായത് കാമക്രോധ ആദി വികാരങ്ങൾ ശരീരവുമായാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ശരീരത്യാഗം വരെ അവയിൽ നിന്ന് മോചനം നേടുക പ്രയാസമുള്ള കാര്യമാണ്. അതിന് കടുത്ത മനോനിയന്ത്രണം ആവശ്യമാണ്. ശ്ലോകം 27, 28. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യം ചക്ഷുഛൈവാന്തരേ ഭ്രുവോഃ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ. ശ്ലോകം 28. യതേന്ദ്രിയ മനോബുദ്ധിർ മുനിർമോക്ഷപരായണഃ വിഗത്തേച്ഛാഭയക്രോധോ യഃ സദാ മുക്ത ഏവ സഃ. ബാഹ്യങ്ങളായ വിഷയങ്ങളെ ബഹിഷ്കരിച്ചിട്ട് കണ്ണുകളെ തന്നെയും പുരികങ്ങളുടെ മധ്യത്തിൽ ഉറപ്പിച്ചിട്ട് നാസാദ്വാരങ്ങൾക്കുള്ളിൽ സഞ്ചരിക്കുന്ന പ്രാണൻ, അപാനൻ എന്നീ വായുക്കളെ സമങ്ങളാക്കിയിട്ട് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയെ നിയന്ത്രിച്ചവനായി
ഇച്ഛ, ഭയം, ക്രോധം എന്നിവ ഇല്ലാത്തവനായി യാതൊരു മുനി മോക്ഷതത്പരനായി വർത്തിക്കുന്നുവോ അയാൾ എപ്പോഴും മുക്തൻ തന്നെ ആകുന്നു. അർത്ഥം: വിഷയങ്ങൾ ശരീരബാഹ്യങ്ങളാണ്. പക്ഷേ ഇന്ദ്രിയങ്ങൾ അങ്ങോട്ട് ചെന്ന് അവയെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ബാഹ്യവിഷയങ്ങളോ ആകെ ബഹിഷ്കരിച്ച് മനസ്സിനെ ഏകാഗ്രവും അന്തർമുഖവുമാക്കണം. ഈ അവസ്ഥയിൽ നേത്രങ്ങളെ പുരികങ്ങളുടെ മധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ ഉറപ്പിക്കണം. ഇട, പിംഗള, സുഷ്മന എന്നീ 3 നാഡികളുടെയും സംഗമസ്ഥാനമാണ് അത്. നാസാദ്വാരത്തിനുള്ളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രാണനെയും അപാനനെയും സമനിലയിലാക്കുകയാണ് പിന്നീട് വേണ്ടത്. സമനിലയിലെത്തിയ പ്രാണനെയും അപാനനെയും ബ്രഹ്മരന്ധ്രത്തിലേക്ക് ഉയർത്തണം. അതോടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമെല്ലാം നിയന്ത്രണത്തിലാകും. പിന്നീട് ഇച്ഛ, ഭയം, ക്രോധം തുടങ്ങിയ വികാരങ്ങൾ അവശേഷിക്കുകയില്ല. ഈ സ്ഥിതിയിലെത്തി മോക്ഷതത്പരനായി വർത്തിക്കുന്ന സാധകൻ മുക്തനാകുന്നു. ശ്ലോകം 29. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. അർത്ഥം: യജ്ഞതപസ്സുകളുടെ ഭോക്താവും സർവലോകമഹേശ്വരം എന്ന് വെച്ചാൽ സകല ലോകങ്ങളുടെയും നാഥനും സർവജീവരാശികളുടെയും സുഹൃത്തുമായി എന്നെ അറിഞ്ഞിട്ട് യോഗി ശാന്തിയെ പ്രാപിക്കുന്നു. ഭഗവദർപ്പണമായി അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞങ്ങളുടെയും തപസ്സിന്റെയും ഭോക്താവ് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ സകല ജീവരാശികളുടെയും ഹിതാഭിലാഷിയാണ്, സുഹൃത്താണ്. എല്ലാ ദേവന്മാരുടെയും ഈശ്വരനാണ് ഭഗവാൻ. ശ്വേതാശ്വതരോപനിഷത്ത് തമീശ്വരാണാം പരമം മഹേശ്വരം എന്ന് ഭഗവാനെ വിശേഷിപ്പിക്കുന്നു. ഈ സവിശേഷതകളുള്ള ഭഗവാനെ സൂക്ഷ്മമായി മനസ്സിലാക്കുന്ന യോഗിക്ക് ബ്രഹ്മാത്മൈക്യ സ്വരൂപമായ ശാന്തി കൈവരുന്നു. ശ്രീമദ് ഭഗവത്ഗീത പാരായണത്തിൽ സന്യാസയോഗം ഇവിടെ സമാപിക്കുകയാണ്. ശ്രീമദ് ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതും ശ്രവിക്കുന്നതും പുണ്യമത്രേ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അടുത്ത ഭാഗത്ത് ധ്യാനയോഗം അധ്യായം 6 ധ്യാനയോഗവുമായി കാണാം.